എന്നാലും ലത ഇത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല. എന്താടി അവൾ കല്യാണം കഴിച്ചു പോകുന്ന നിനക്ക് ഇത്ര കണ്ണുകടി? എനിക്ക് കണ്ണുകടിയായിട്ടൊന്നുമല്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മോട് ചോദിക്കാമായിരുന്നു. ലോകം അങ്ങനെയാ. ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറക്കും. അതിനു മുമ്പ് ആന വാചകം. ഒരു നിമിഷം, ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നന്ദിനിക്കുട്ടി കേൾക്കൂ? എന്താ കാര്യം? നന്ദിനിക്കുട്ടിക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ. കാര്യം പറയൂ. എതിര് പറയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വരൂ. ഈ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്. വരൂ. നന്ദിനിക്കുട്ടി, പ്രസംഗത്തിന് 1ാം സമ്മാനം കിട്ടിയ നന്ദിനിക്കുട്ടിയെ പറ്റി ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ലേ? ഹലോ, തോമസ് ആണോ? ടിക്കറ്റിന്റെ കാര്യം എന്തായി? ഏർപ്പാട് ചെയ്തോ? ആ, ശരിയാക്കാം. ഓക്കെ. നന്ദിനിക്കുട്ടി ഇരിക്കും. എന്റെ ഡാഡി എങ്ങനെയുണ്ട്? ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഡാഡിയാണ്. എങ്ങനെ ഇരിക്കും? ഇതിനുള്ള ബോറടി ഒന്ന് കുറഞ്ഞു കിട്ടാനാണ് ഞാൻ കോളേജിൽ വരുന്നത്. ചന്ദ്രന് അമ്മയില്ലേ? ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. എന്നെ പ്രസവിച്ചതോടെ അമ്മ മരിച്ചു. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ 23 പിറന്നാളുകൾ ഞാൻ തന്നെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇത്തവണ അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരു അതിഥി വേണമല്ലോ. ആ അതിഥിയാണ് നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടി കഴിക്കും. അതെ, കൽക്കട്ടയ്ക്കുള്ളത് നാളെ ഡിസ്പാച്ച് ചെയ്താൽ മതി. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റും റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലൈറ്റ് പ്രോഡക്ട്സിന് ഒരു 25,000 പാക്കറ്റുള്ളത് വേണം. അതെ. ആ, ഡാഡിയാണ്. ഞങ്ങളുടെ സംസാരം മിക്കവാറും ഫോണിലൂടെയാണ്. ഈ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഡാഡിയുടെ ടെലിഫോൺ ബേബിയാണ്. അയ്യോ, 5:30 മണിക്കാണ് എന്റെ ലാസ്റ്റ് ബസ്. അതിനെന്താ, ഒരു 10 മിനിറ്റ് നമുക്ക് പോകാമല്ലോ. നന്ദിനിക്കുട്ടി ചർച്ച കണ്ടില്ലല്ലോ. വരും. നന്ദിനിക്കുട്ടിയോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ചു നാളായി വിചാരിക്കുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് തെറ്റില്ലാന്ന് തോന്നുന്നു. നന്ദിനിക്കുട്ടിയെ എനിക്കിഷ്ടമാണ്. എന്നുവെച്ചാൽ നന്ദിനിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദിനിക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെയും സമ്മതം ഞാൻ വാങ്ങാം. നന്ദിനിക്കുട്ടി എന്താ മിണ്ടായിരിക്കുന്നത്? നന്ദിനിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ നന്ദിനിക്കുട്ടിയെ കണ്ട നാൾ മുതൽ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹമാണിത്. ഞാൻ ആദ്യമായി ഒരു വിവാഹാഭ്യർത്ഥന നടത്തുന്നതും നന്ദിനിക്കുട്ടിയോടാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു എഴുത്തുകാരനെ വിവാഹം കഴിക്കാനാണ്. നന്ദിനിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണോ ഇത്?
എങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. നന്ദിനിക്കുട്ടിയുടെ ഈ വലിയ ആഗ്രഹത്തെ മറികടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓ, 10 മിനിറ്റ് കഴിഞ്ഞു. തിരിച്ചു പോണ്ടേ? വരൂ.